വേദിയിൽ സംസാരിക്കുന്നതിനായ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രസംഗിക്കുകയല്ല, പ്രസംഗിക്കാനായിട്ട് ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ എപ്പോഴും രീതിയാണ് ഉണ്ടാവാറുള്ളത്. പാട്ട് പാടാൻ നൃത്തം ചെയ്യാനോ വെച്ചാൽ വളരെ ഈസിയാണ് തോന്നുന്നത്. ഞാൻ ഒരു 4 വയസ്സ് 5 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം അച്ഛനടുത്ത് സംസാരിച്ചത് പറഞ്ഞത്. അന്ന് സിനിമ കണ്ടിട്ടുള്ള ഇഷ്ടം കൊണ്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം. സ്കൂളിൽ 1ാം ക്ലാസ് 4ാം ക്ലാസ് വരെ അച്ഛൻ്റെ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടിയത്. പക്ഷെ അതൊന്നും മുമ്പോട്ട് പോയില്ല. 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സിനിമയിൽ മോശമായ അനുഭവം പറഞ്ഞത്. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കുട്ടിയുടെ ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമയ്ക്കകത്ത് അത്ര കൂടുതലായിട്ടുള്ള പ്രയോഗ ഗ്രൂപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറെ നാളത്തേക്ക് ആ ഭീതിയിൽ ഇങ്ങനെ അച്ഛനോ അമ്മയോ ആരും സിനിമയെ കുറിച്ച് ഓർമ്മിക്കാനും അച്ഛൻ കൂടുതൽ ശ്രമിക്കാനൊന്നും നടത്തില്ല. പിന്നീട് +1 പഠിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും അച്ഛനെ വരേണ്ടത് ഇടയിലൊക്കെ അച്ഛനൊന്നും പക്ഷെ സിനിമയായിട്ടൊന്നും മുമ്പോട്ട് പോയില്ല. +1 പഠിക്കുമ്പോൾ ഇതേപോലെ വീണ്ടും ഒരു സിനിമ അതൊരു പ്രസിഡന്റ് ആയിട്ട് ചെറിയൊരു റോളാണ് ഞാൻ ചെയ്തത്. ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് കൂടെ വർക്ക് ചെയ്ത കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ ഓഡിഷൻസ് പോകുമ്പോൾ പരിചയപ്പെടുന്ന കുട്ടികളിൽ നിന്നും ഞാൻ മനസ്സിലാക്കാണ് ഞാൻ കുട്ടിക്കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഭീകരവശം വളരെ ശക്തമായി എപ്പോഴും മുമ്പോട്ട് പോകുന്നു. അന്ന് WCC രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആഭാസം സിനിമയിൽ അഭിനയിച്ച് ഒരു സിനിമയിൽ വർക്ക് ചെയ്തു. അതായത് WCC ഒരംഗമാവാനുള്ള എലിജിബിലിറ്റി എനിക്കായി എന്ന് എനിക്ക് ആ എലിജിബിലിറ്റി വന്നുടനെ ഞാൻ WCC അംഗമാവുകയും ചെയ്തു. തുടക്കത്തിൽ എന്താണ് WCC ചെയ്യുന്നത്, എത്രയൊക്കെ ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് കാലത്ത് നിന്ന് ചേച്ചി മറുപടി കൊണ്ടുവരുന്ന പ്രവർത്തകർ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് കണ്ടു പഠിച്ചിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. അന്ന് വീട്ടില് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, അനിയൻ. വീട്ടിൽ അമ്മയോടെ തന്നെ WCCയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു സാധാരണക്കാരിയാണ്, ടീച്ചറാണ്. അതെടുത്ത് പറയണം, ടീച്ചറാണ്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് കുറെ സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരിക്കാൻ താല്പര്യമില്ലാതെ അതിന് പുറത്തേക്കാണ് എന്നാണ് WCCയെ കുറിച്ച്. എനിക്ക് വളരെ സങ്കടം തോന്നി. എൻ്റെ അമ്മയാണ് പറയുന്നത് എൻ്റെ വീട്ടിലെല്ലാവരും WCCയെ കുറിച്ച് പറയുന്നത് വളരെ മോശമാണ്. സ്വന്തം ഭർത്താവിനെ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ത്രീകളാണ് നമ്മൾ നന്നാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നോക്കി അന്നൊക്കെ ഭയങ്കര ഭയം വന്നിരുന്നു. ഇത്രത്തോളം വെറുതെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് വളരെ സുരക്ഷിതമായിരിക്കണമെന്നും നിരുദ്ധമായിരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അപ്പോഴും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംസാരിക്കുന്നത്? അന്ന് വല്ലാതെ ഭയപ്പെട്ടിരുന്നു, സങ്കടപ്പെട്ടിരുന്നു, പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട സമയമുണ്ടായിരുന്നു. പോകെ ഇന്ന് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ വീട്ടിൽ അമ്മയോട് തന്നെ സംസാരിക്കുമ്പോൾ വെറുതെ ഞാൻ അമ്മയോട് ചോദിച്ചു, നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞത്? അപ്പോൾ അമ്മ എടുത്ത് പറഞ്ഞു, ഇല്ല ആരും സ്വാതന്ത്ര്യ സമരത്തിനൊന്നും ആരും പങ്കെടുത്തില്ല. എന്നിട്ട് കുറച്ച് സമയം നിന്നിട്ട് അമ്മ എടുത്ത് പറഞ്ഞു, നീ ഉണ്ടല്ലോ ഇവിടെ, നീ ഒരു വലിയ വൈദ്യനാണ് നമ്മുടെ കുടുംബത്തിൽ, നിന്നെ പോലെ നമ്മുടെ കുടുംബത്തിൽ ആരുമില്ലായിരുന്നു. അപ്പൊ എനിക്ക് വന്നൊരു സന്തോഷവും അഭിമാനവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ എൻ്റെ അമ്മ മാറ്റി ചിന്തിക്കാൻ പാകത്തിന് പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ജീവിതം അവിടെ കൊടുത്ത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വിവരിക്കാനാവില്ല. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്താൻ മാധ്യമങ്ങൾ എടുത്ത പങ്ക് അതൊരിക്കലും ഞാൻ മറക്കുന്നില്ല. ഇന്ന് പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ രാജേഷിന്റെ പേരിലുള്ള ഈ പുരസ്കാരം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു പോരാട്ടത്തെ ഒരുപാട് കാലമായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ വേദനകൾ കാണിച്ച് മാറ്റി നിർത്തപ്പെട്ട സിനിമയ്ക്കകത്തുള്ള എല്ലാവരെയും നിങ്ങൾ ശക്തിയായി പിന്താങ്ങുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. WCCയുടെ പേരിൽ ഈ അവാർഡ് ഇവിടെ വന്ന് സ്വീകരിക്കാൻ, ചേച്ചിമാരുടെ കൂടെ ഇവിടെ വന്ന് സ്വീകരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട്. ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് WCCയെ നീതിയുക്തമായ ഒരു വർക്ക് സ്പേസിന് വേണ്ടി സമരം ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും
ആ വേർതിരിവ് അനുഭവിക്കുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.